Join the legacy of excellence at Little Flower Engineering Institute, Kalamassery, offering NCVT and ATP courses. Little Flower Engineering Institute, Kalamassery. ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ച ജഗദീപ് ധൻഖറിനോട് യാതൊരു വിധത്തിലുള്ള അനുഭാവവും കാണിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ACC വ്യക്തമാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ രാജി പുനഃപരിശോധന ആവശ്യം ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് ജയറാം രമേശ് രംഗത്തു വന്നതിനെ കോൺഗ്രസ് നേതൃത്വം അപ്പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ കുറ്റവിചാരണ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രതിപക്ഷത്തിന്റെ നോട്ടീസ് സ്വീകരിച്ച് മുന്നോട്ടു പോകാനുള്ള ഉപരാഷ്ട്രപതിയുടെ തീരുമാനം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ല. കേന്ദ്ര സർക്കാരുമായി വലിയ തോതിലുള്ള തർക്കം രൂക്ഷമായി. അതിനുശേഷമാണ് നാടകീയമായി അദ്ദേഹം രാജിവെച്ചത്. അദ്ദേഹത്തിന്റെ രാജിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ യാത്രയപ്പിന് പോലും BJP വന്നില്ല എന്നുള്ളതാണ്. ആ കാര്യത്തിൽ പോലും BJP നേതൃത്വം ഒരു രീതിയിലും അംഗീകരിക്കാൻ തയ്യാറായില്ല. എന്നാൽ കാലാവധി കഴിഞ്ഞു പോകുന്ന MP-മാരുടെ വിടവാങ്ങൽ പ്രസംഗം നടത്താൻ അവസരം നൽകുന്ന ചർച്ച എല്ലാ രീതിയിലും BJP അംഗീകരിക്കുന്നു. ധൻഖർ വലിയ തോതിൽ BJPക്കും RSSനും വേണ്ടി രാഷ്ട്രീയം കളിച്ച വ്യക്തി തന്നെയാണ്. സുപ്രീം കോടതിയെ വിമർശിക്കുകയും കോടതിക്ക് പരമാധികാരമില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ ധൻഖർ BJPയുടെ ഏജന്റിനെ പോലെ പെരുമാറി. എന്നാൽ പിന്നീട് ജസ്റ്റിസ് BR ഗവായ് തന്നെ ശക്തമായി ധൻഖറിനെ ചൊടിപ്പിക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ പറയുകയും ധൻഖർ കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം തന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നും അത് തിരുത്തുന്നു എന്ന രീതിയിലേക്ക് പോവുകയും ചെയ്തു. അതൊന്നും കൊണ്ട് ധൻഖർ ചെയ്ത തെറ്റുകൾ ശരിയാകുന്നില്ല. കോൺഗ്രസ് നേതൃത്വവുമായി സഹകരണത്തിന്റെ പാതയിലേക്കല്ല ധൻഖർ ഒരിക്കലും പോയിട്ടുള്ളത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷതയിലാണ് നടക്കുന്നത്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും MP-മാർക്കാണ് വോട്ടവകാശമുള്ളത്. അടുത്ത മാസം 21-ാം തീയതി വരെ പാർലമെന്റിന്റെ സമ്മേളനമുള്ളത് കൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത്. 2022 ഓഗസ്റ്റ് 6-ന് നടന്ന തെരഞ്ഞെടുപ്പിൽ മാർഗരറ്റ് ആൽവയെ തോൽപ്പിച്ചുകൊണ്ട് ജഗദീപ് ധൻഖർ ഉപരാഷ്ട്രപദത്തിലേക്ക് എത്തിയതാണ്. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ടത് ജഗദീപ് ധൻഖർ ചെയ്ത നെറികേടുകൾ ഓരോന്നായിട്ടാണ്. മമതാ ബാനർജി അടക്കമുള്ള നേതാക്കൾ കൃത്യമായി പറഞ്ഞു ധൻഖർ എടുക്കുന്ന നിലപാടുകളെല്ലാം ഭരണഘടനാ വിരുദ്ധമാണ്. മമതാ ബാനർജിയെ ഏറ്റവും കൂടുതൽ എതിർത്ത വ്യക്തിയായിരുന്നു ജഗദീപ് ധൻഖർ. ബംഗാളിലെ ഗവർണർ സ്ഥാനത്ത് BJPയുടെ അജണ്ടകൾ നടപ്പിലാക്കാനായി ബോധപൂർവം അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ച ധൻഖറിനെയാണ് BJP ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. ഈ സ്ഥാനത്ത് പുതിയ തെരഞ്ഞെടുപ്പ് ഈ പാർലമെന്റ് സമ്മേളന കാലാവധി തീരും മുമ്പ് തന്നെ നടത്തണമെന്ന വാശിയിലാണ് BJP. എന്നാൽ ഇന്ത്യ മുന്നണി രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. പ്രതിപക്ഷത്തു നിന്നും ശക്തമായ ഒരു നീക്കം നടക്കുകയാണ്. ഘടകകക്ഷികളിൽ നിന്ന് ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കപിൽ സിബലിനെയോ അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാക്കളിൽ ആരെയെങ്കിലും രാജ്യസഭയുടെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കവും നടക്കുന്നുണ്ട്. BJPയെ തകർത്തെറിയാൻ BJPയുടെ ഘടകകക്ഷികളായിരിക്കുന്നവർ തന്നെ ശ്രമിക്കുന്ന വേളയിൽ അതൊരു പക്ഷേ സാധ്യമാകുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ധൻഖർ എന്തു തന്നെയായിരുന്നാലും രണ്ട് കൽപ്പിച്ച് തന്നെയാണ് നീങ്ങുന്നതും. അസത്യം മുഴുവൻ ഇത്രയും നാളും വിളിച്ചു പറഞ്ഞിട്ട് BJPയുമായുള്ള ആശയവിനിമയത്തിൽ പ്രശ്നങ്ങളുണ്ടായാൽ ധൻഖറിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇന്ത്യ മുന്നണിക്കില്ല എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് കോൺഗ്രസ്.